10 ലിറ്റർ ക്ലോത്ത് ഷാമ്പൂ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണ്. ക്ലോത്ത് ഷാമ്പൂ എന്ന് പറയുമ്പോൾ നമ്മൾ ലിക്വിഡ് ഡിറ്റർജൻറ്റിനെക്കാട്ടും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും ഷാമ്പൂ ആകുന്ന സമയത്ത്. ഇത് മാർക്കറ്റിൽ പൊതുവേ മറ്റേ ഡിറ്റർജൻറ്റിനെക്കാട്ടും റേറ്റ് കൂടുതലുമാണ്. എന്നാൽ നമ്മളിവിടെ വളരെ റേറ്റ് കുറവായിട്ട്, അതായത് ലിറ്ററിന് വെറും 37 രൂപയ്ക്കാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ ഇതിൻ്റെ മുന്നേ തന്നെ കംഫർട്ട് ഉണ്ടാക്കുന്നത്, അതുപോലെ ഡിറ്റർജൻറ്റ് പൗഡറും ലിക്വിഡ് ഡിറ്റർജൻറ്റ്, പിന്നെ ഹാർപിക്ക്, പിന്നെന്താ ഫ്ലോർ ക്ലീനർ, ഇങ്ങനെ തുടങ്ങി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇത് പറഞ്ഞ പോലെ 10 ലിറ്ററും 12 ലിറ്ററും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ വർക്ക് ആവുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആക്കാമെന്ന് വിചാരിച്ചത്. തുണികൾ നന്നായിട്ട് ക്ലീൻ ആവാനും അതുപോലെ നല്ല ഫ്രഷ് ആവാനും വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് തുണികളൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നമ്മൾ ഒരിക്കൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ ഒരു വർഷത്തേക്ക് പിന്നെ നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനത്തെ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1-2 വർഷമായിട്ട് ഇതുപോലെ തയ്യാറാക്കി യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അല്ലാതെ സെയിലൊന്നും ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കിയിട്ട് വേണമെങ്കിൽ സെയിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത് തന്നെയാണ് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതുപോലെ അഴുക്കൊക്കെ പോകുമെന്നൊക്കെ ഉള്ള ഡൗട്ടൊക്കെ ഉണ്ടാകും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഷാമ്പു എങ്ങനെയാണോ നമുക്ക് യൂസ് ആവുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോകുന്നതായിരിക്കും. പിന്നെ അതുപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മളൊരു ലിക്വിഡ് ഡിറ്റർജൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അതോ ഹാൻഡ് വാഷിനാണോ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ 2 രീതിയും കാണിച്ചിരിക്കുന്നത്. നമ്മൾ വാഷിംഗ് മെഷീനിലും യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പം മാറ്റൊക്കെ ഒരുപാട് അഴുക്ക് പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വൃത്തിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി ഉണക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും തുണികളൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുകൊണ്ട് മഴക്കാലത്തൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് വാഷ് ചെയ്യാൻ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഡിഷ് വാഷാണിത്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വർഷം വീഡിയോ കാണിച്ചതുകൊണ്ടാണ് പിന്നെ ഇത്തവണ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും കാണിക്കാതിരുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട് അല്ലേ ഡിഷ് വാഷിന് വേണ്ടിയിട്ടുള്ള. അത് ചെറിയൊരു പാക്കിന് തന്നെ 20 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ. പക്ഷേ നമുക്ക് ഇതും ആകെ ചിലവ് വരുന്നത് വെറും 300 രൂപയാണ് 10 ലിറ്ററിന് വരുന്നത്. അതായത് 1 ലിറ്ററിന് വെറും 30 രൂപയുള്ളത്. നമ്മൾ ചെറിയൊരു പാക്കിനാണ് 20-30 രൂപയൊക്കെ കടയിൽ കൊടുക്കുന്നത്. അത് വെറും ഒരു 30 രൂപയ്ക്ക് 1 ലിറ്റർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അങ്ങനെയുള്ള 10 ലിറ്ററാണ് ഞാൻ 300 രൂപയ്ക്ക് തയ്യാറാക്കിയത്. ഇത് തയ്യാറാക്കിയിട്ടൊക്കെ കുറേ മാസങ്ങളായി. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചെറുതായി ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ ക്ലോത്ത് ഷാമ്പു തയ്യാറാക്കാൻ പോവുകയാണ്. ക്ലോത്ത് ഡിറ്റർജൻറ്റിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതുകൊണ്ടാണ് അതൊന്നും വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഈ ക്ലോത്ത് ഡിറ്റർജൻറ്റിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് എനിക്ക് തോന്നിയത് ഈ ക്ലോത്ത് ഷാമ്പു ആണ്. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 4 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ അത് ഞാനൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു കിറ്റാണ് നമ്മൾ ക്ലോത്ത് ഷാമ്പൂവിന് വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാകും ഇതുപോലൊരു ലിക്വിഡ്. അത് ലിക്വിഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഏകദേശം ഒരു പച്ചവെള്ളത്തിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണുള്ളത്. സ്ലസ് എന്ന് പറയും. 4 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രങ്ങളും ഇതൊന്നും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. പിന്നെ അലർജി പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ കയ്യിൽ ഗ്ലൗസോ മാസ്കോ യൂസ് ചെയ്തിട്ട് ഇത് തയ്യാറാക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. അപ്പോഴേക്കും അടുത്തൊരു ബക്കറ്റിലേക്ക് 4 ലിറ്റർ വീണ്ടും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ടോട്ടൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പച്ചവെള്ളം എന്ന് പറയുന്നത് 8 ലിറ്ററാണ്. അപ്പോൾ ഒരു 4 ലിറ്റർ നമ്മൾ മാറ്റി വെച്ചു. ഇനി അടുത്ത 4 ലിറ്ററിലേക്ക് ഇതുപോലൊരു പാക്ക് കിട്ടും. ഇത് നമുക്ക് കാസ്റ്റിക് സോഡ എന്ന് പറയും. ഏകദേശം ഒരു പൊടിയുപ്പ് പോലെയൊക്കെ ഉണ്ടാവും. ഇത് മിക്സ് ചെയ്തിട്ട് വീണ്ടും 1 മണിക്കൂർ വെച്ചേക്കുക. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഒരേ ടൈമിൽ തന്നെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ 1 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചേക്കുക കേട്ടോ. 1 മണിക്കൂറിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി ഞാനൊരു വലിയ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3-ാം നമ്പർ ഇട്ട് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ജെൽ ടൈപ്പാണ്. നമ്മുടെ ലിക്വിഡിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒഴിച്ചതുപോലെയല്ല, മിക്സ് ആവാൻ കുറച്ചൊരു ടൈം എടുക്കും. അതുകൊണ്ട് 5 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ടിത് മിക്സ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനൊരു 7 മണിക്കൂർ വെച്ചേക്കുക. 7 മണിക്കൂറിന് ശേഷം വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ നമുക്കിത് കഴിയുന്നതും രാത്രിയൊക്കെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി അടിവശം നന്നായി തട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണേ. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ അവിടെ ഇവിടെ ഒന്നും കിടക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ബോട്ടിൽ യൂസ് ചെയ്യാം. അടുത്തെന്ന് പറയുന്നത് ഇതുപോലെ ചെറിയൊരു ബോട്ടിലാണ്. നമുക്ക് ഏകദേശം പച്ചവെള്ളത്തിൻ്റെയൊക്കെ കൺസിസ്റ്റൻറ്റ് തന്നെയാണ്. ഡ്രസ്സിലെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അടുത്ത ബോട്ടിലും ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെയൊക്കെ മുകളിൽ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ 5-ാം നമ്പർ എന്ന് പറയുന്നത് ഡ്രസ്സിന് നല്ലൊരു വെണ്മ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു കട്ടിയായിട്ട് വരുന്നുണ്ട്. മുമ്പുള്ളതിനെക്കാട്ടും കുറച്ചും കൂടി കട്ടി കൂടി വരുന്നത് കാണാം. ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, കളർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. അല്ലാതെ ഇത് ഒഴിച്ചെന്ന് കരുതി നമ്മുടെ ഡ്രസ്സിലൊന്നും ഈ കളറൊന്നും പറ്റി പിടിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ഈ കളറ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് പെർഫ്യൂം ചേർത്ത് കൊടുക്കാം. പെർഫ്യൂമും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പെർഫ്യൂം ആയാലും കളറായാലും ഒക്കെ നമ്മുടെ ഈ കിറ്റിൽ വരുന്നതാണ്. അഡീഷണലായിട്ട് നമുക്കൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിലെ വെള്ളമല്ലാതെ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ പതയെല്ലാം മാറിയതിന് ശേഷം വേണം നമ്മൾ ബോട്ടിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും വെച്ചേക്കേണ്ടി വരും. അപ്പോഴേക്കും ഈ പതയെല്ലാം പോയിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ കളർ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ. നല്ലൊരു ബ്ലൂ കളറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കറക്റ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഷാമ്പൂവിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നല്ല സ്മെല്ലും ഉണ്ട്. നമ്മൾ തുണികളൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ മഴക്കാലമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ തുണികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി കിട്ടും. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലൊരു കിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സംഭവം എത്തിയിരിക്കും. നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് എന്തായാലും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.